നമസ്കാരം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കയ്യെഴുത്ത് ഖുറാൻ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഖുറാൻ സുഹൃത്ത് തന്ത്രപരമായി കൈക്കലാക്കിയതിനു ശേഷം വിറ്റു പണവുമായി ഒളിവിൽ പോയെന്ന പരാതിയുമായി പ്രവാസി മലയാളി കലാകാരൻ കോഴിക്കോട് മുക്കം സ്വദേശിയും ദുബായ് ഹെൽത്ത് സിറ്റിയിൽ ഗ്യാലറി നടത്തുന്നയാളുമായ മുഹമ്മദ് ദിലീഫാണ് പാലക്കാട് ആലത്തൂർ സ്വദേശി ജംഷീർ വടകരയിലിനെതിരെ മുഖ്യമന്ത്രിക്കും പാലക്കാട് പോലീസ് സൂപ്രണ്ടിനും പരാതി നൽകിയിരിക്കുന്നത്. ദുബായ് പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ദിലീഫ് ഈ ഖുറാൻ കാലിഗ്രഫി പൂർത്തിയാക്കിയത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രദർശിപ്പിച്ചപ്പോൾ വലിയ ശ്രദ്ധ നേടുകയും ഏകദേശം 20 ലക്ഷം ദിർഹം വില വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ വിൽക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 10 വർഷം മുൻപ് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിലിന്റെ സുഹൃത്തും സഹായിയുമാണെന്ന് പരിചയപ്പെടുത്തി ജംഷീർ വടകരയിൽ ദിലീപിനെ പരിചയപ്പെടുകയായിരുന്നു. തന്റെ ഗ്യാലറിയിൽ ഖുറാൻ സൂക്ഷിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിസിനസ്സുകാരന്റെ കൈവശം സുരക്ഷിതമായി വെക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ജംഷീർ അത് കൊണ്ടുപോയി. പിന്നീട് തന്നെ അറിയിക്കാതെ 24 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് ഈ സൃഷ്ടി വിൽക്കുകയായിരുന്നുവെന്നും ദിലീപ് പരാതിയിൽ പറയുന്നു. ബുർജ് ഖലീഫിൽ താമസിക്കുന്ന ഒരു മലയാളി വ്യവസായിക്കാണ് ഇത് വിറ്റതെന്നാണ് സംശയിക്കപ്പെടുന്നത്. പിന്നീട് ജംഷീർ നാട്ടിലേക്ക് മുങ്ങിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ കടുത്ത മാനസിക ആഘാതവും സാമ്പത്തിക നഷ്ടവും സംഭവിച്ചതായും ഖുറാൻ കാലിഗ്രഫി എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടു. കൂടാതെ ജംഷീറിനെതിരെ നിയമ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ഫിറോസ് കുന്നുംപറമ്പിൽ വ്യക്തമാക്കി.